വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ദ ടോക്കറ്റീവ് ബാർബർ എന്ന ലെസനാണ്. നമുക്ക് ഈ ലെസൺ ഒന്ന് പഠിക്കാം. ടോക്കറ്റീവ് മീൻസ് ചാറ്റർ ബോക്സ്, വായാടിയായ. ബാർബർ, ക്ഷുരകൻ. ലോങ് ഗോ, വളരെ നാളുകൾക്ക് മുൻപേ, എ സുൽത്താൻ ഹുസ് നെയിം വാസ് ഷഹരിയാർ എന്ന് പറയുന്നത് സുൽത്താൻ റൂൾഡ് ഓവർ എ ലാർജ് കിങ്ഡം, വലിയൊരു സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നു. കിങ്ഡം മീൻസ് സാമ്രാജ്യം. ഹിസ് ക്യൂൻ വാസ് എ ഗുഡ് സ്റ്റോറി ടെല്ലർ, അദ്ദേഹത്തിൻ്റെ രാജ്ഞി ഒരു നല്ല കഥാകാരിയായിരുന്നു, നന്നായിട്ട് കഥ പറയുന്നയാളായിരുന്നു. ഈച്ച് നൈറ്റ് ഷി വുഡ് ടെൽ എ സ്റ്റോറി ടു ദ കിങ്, ഓരോ രാത്രിയിലും രാജ്ഞി രാജാവിന് ഓരോ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. She narrated ancient Persian and Arabic folk stories. അവർ വിശദീകരിക്കുന്ന കഥ ഏതാണ്? Ancient Persian and Arabic folk stories. പഴയ പേർഷ്യൻ കഥകളും അറബിക് കഥകളുമാണ്, അറബിക് നാടോടി കഥകളുമാണ് അവൾ പറഞ്ഞിരുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ സ്റ്റോറീസ് ഫ്രം അറേബ്യൻ നൈറ്റ്സ്. ഇപ്പോൾ ഈ പറയുന്ന കഥ അറേബ്യൻ നൈറ്റ്സിൽ എടുത്തിട്ടുള്ള ഒരു കഥയാണ്. റീഡ് ദി സ്റ്റോറി അബൌട്ട് എ മാൻ ഹു കനോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ്. റീഡ് ദി സ്റ്റോറി, ഈ കഥ വായിക്കുക. ആരെ പറ്റിയ? എബൌട്ട് എ മാൻ, ഒരു മനുഷ്യനെ പറ്റി. ഹു കനോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ്, സംസാരം നിർത്താൻ പറ്റാത്ത ഒരു മനുഷ്യനെ പറ്റിയുള്ള കഥയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇൻ ദ സിറ്റി ഓഫ് കാഷ്ഗാർ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ലിവ്ഡ് എ ബാർബർ ഹു വാസ് എ ഗ്രേറ്റ് ടോക്കർ. അവിടെ ഒരു ബാർബർ ജീവിച്ചിരുന്നു. അദ്ദേഹം വലിയൊരു ചാറ്റർ ബോക്സ് ആയിരുന്നു, വലിയ വായാടിയായിരുന്നു. Once the Sultan called the barber to shave his head. ഒരു ദിവസം സുൽത്താൻ അദ്ദേഹത്തെ വിളിച്ചു, ഈ ബാർബറെ വിളിച്ചു. Once the Sultan called the barber to shave his head. തൻ്റെ തലയൊന്ന് മുട്ടയടിക്കണം, അല്ലേ, തലയൊന്ന് ഷേവ് ചെയ്യണം, അതിനുവേണ്ടി വിളിച്ചിരുന്നു. അപ്പോഴോ the barber started talking non-stop. ബാർബർ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഷേവിങ് ഹിം, തലേന്ന് ക്ഷൗരം ചെയ്യുന്നതിന് പകരമേ ഇയാളിങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുൽത്താൻ ഗോട്ട് ആംഗ്രി, സുൽത്താനാണ് ദേഷ്യം വന്നു. വൈൻ യു ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ടോക്കിംഗ്, താൻ എപ്പോഴാണ് തൻ്റെ സംസാരം നിർത്താൻ പോകുന്നത്? ആൻഡ് ബിഗിൻ ടു ഡു യുവർ വർക്ക്, എന്നിട്ട് നിൻ്റെ ജോലി എപ്പോഴാണ് ചെയ്യുന്നത്? രാജാവ് ചോദിച്ചു, അല്ലെ സുൽത്താൻ ചോദിച്ചു. എന്താ സുൽത്താൻ ചോദിച്ചത്? വെൻ ആർ യു ഗോയിങ് ടു സ്റ്റോപ്പ് ടോക്കിംഗ്, താൻ എപ്പോഴാണ് തൻ്റെ സംസാരം നിർത്താൻ പോകുന്നത്? ആൻഡ് ബിഗാൻ ടു ഡു യുവർ വർക്ക്, നിൻ്റെ ജോലി നീ എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത് ചോദിച്ചു. ദ ബാർബർ റിപ്ലൈഡ്, ബാർബർ മറുപടി പറഞ്ഞു, യു ഡൂ മീ ആൻ ഇൻജുറി ബൈ കോളിങ് മീ എ ചാറ്റർ. യു ഡൂ മീ അൻ ഇൻജുറി, അങ്ങനെ മുറിവേൽപ്പിച്ചിരിക്കുന്നു, അങ്ങൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുന്ന കേട്ടോ. ബൈ കോളിങ് മീ എ ചാറ്ററർ, എന്നെ ഒരു വായാടിയെന്ന് വിളിച്ചുകൊണ്ട് എന്നെ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫോർ എവരി വൺ സെയ്സ് ഐ ആം വെരി ക്വയറ്റ്, കാരണം എല്ലാവരും പറയുന്നത് ഞാൻ സൈലൻ്റ് ആണെന്നാണ്. ഐ ഹാവ് 6 brothers whom you might call chatterers. എനിക്ക് 6 സഹോദരങ്ങളുണ്ട്, അവരെ വേണമെങ്കിൽ അങ്ങക്ക് വായാടികളെന്ന് വിളിക്കാം. Their names are Backbone, Bakbaria, Bakbak, Al-Khus, Al-Nashi and Shakabak. One is humpbacked, ഒരാൾക്ക് പുറത്തൊരു കൂനുണ്ട്. വൺ ഈസ് ഹംബാക്ഡ്, വൺ ഈസ് ടൂത്ത്ലെസ്, ഒരാൾക്ക് പല്ലില്ല. വൺ ഈസ് ഹാഫ് ബ്ലൈൻഡ്, ഒരാൾക്കാണ് പകുതി കാഴ്ചയേ ഉള്ളൂ, ഹാഫ് ബ്ലൈൻഡാണ്. വൺ ഈസ് ക്വൈറ്റ് ബ്ലൈൻഡ്, ഒരാളിന് പൂർണ്ണമായും കാഴ്ചശക്തി ഇല്ലാത്തയാളാണ്. വൺ ഈസ് ഡഫ്, ഒരാൾക്കാണ് ചെവി കേൾക്കില്ല. ആൻഡ് ദ അതർ ഹാസ് എ ഡിഫക്റ്റ് ഇൻ ഹിസ് സ്പീച്ച്, വേറൊരാൾക്കോ സംസാരിക്കുന്നതിലെന്തോ ബുദ്ധിമുട്ടുണ്ട്, എ ഡിഫക്റ്റ് ഉണ്ട് ഇൻ ഹിസ് സ്പീച്ച്. ദേ ആർ ഓൾ ഗ്രേറ്റ് ടോക്കേഴ്സ്, എല്ലാവരും വലിയ വായാടികളുമാണ്. ബട്ട് ഐ ആം ദ യങ്ങസ്റ്റ് ഓഫ് മൈ ഫാമിലി, പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ്. ഐ ആം ദി യങ്ങസ്റ്റ് ഓഫ് മൈ ഫാമിലി, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. ആൻഡ് ഐ ആം വെരി ക്വയറ്റ്, ഞാനാണ് വളരെ ക്വയറ്റാണ്, വളരെ സൈലൻ്റാണ്. ആൻഡ് സ്പെയറിങ് വിത്ത് വേർഡ്സ്, ഞാൻ അങ്ങനെ അധികം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളേ അല്ല. ആൻഡ് സ്പെയറിങ് വിത്ത് വേർഡ്സ്. ഗിവ് ഹിം 3 pieces of gold, ഇയാൾക്ക് 3 സ്വർണ്ണാണയങ്ങൾ കൊടുക്കേ. ദി സുൽത്താൻ ക്രൈഡ്, സുൽത്താൻ വിളിച്ചു പോയി, ഇല്ലേ, ലോസിങ് ഓൾ പേഷ്യൻസ്, എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടപ്പം സുൽത്താൻ ദേഷ്യം വന്നു. സുൽത്താൻ പറഞ്ഞു, ഇയാൾക്ക് 3 പീസ് സ്വർണ്ണം അങ്ങോട്ട് കൊടുക്കുക.
ആൻഡ് സെൻഡ് ഹിം എവേ, എന്നിട്ട് പറഞ്ഞങ്ങ് വിട്ടേക്ക്. ഐ വിൽ നോട്ട് ബി ഷേവ്ഡ് ടുഡേ, എനിക്കിന്ന് ഷേവിങ് ചെയ്യണ്ട. മൈ മാസ്റ്റർ ക്രൈഡ് ദ ബാർബർ, ബാർബർ പറഞ്ഞു, ബാർബറും വിളിച്ചു പോവുക. മൈ മാസ്റ്റർ, ഇറ്റ് വാസ് നോട്ട് ഐ ഹൂ കെയിം ടു സീക്ക് യു, ഞാനല്ല താങ്കളെ തേടി വന്നതേ. ഇറ്റ് വാസ് യു ഹൂ ഓർഡേഡ് മീ ടു കം, അങ്ങല്ലേ എന്നെ ഇങ്ങോട്ട് വരുത്തിയത്, അങ്ങല്ലേ എന്നെ ഉത്തരവ് ഉൾപ്പെടിച്ച് ഇവിടെ വരുത്തിയത്. സോ ഐ വിൽ നോട്ട് ക്വിറ്റ് യുവർ ഹൗസ്, അതുകൊണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് പോവുകയല്ല. ടിൽ ഐ ഹാവ് ഷേവ്ഡ് യു, ഷേവ് ചെയ്യാതെ, അങ്ങേ ഷേവ് ചെയ്യാതെ ഇനി ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്നാണ് ബാർബർ പറഞ്ഞത്. ഹി ദെൻ ബിഗാൻ നറേറ്റിംഗ് അനദർ സ്റ്റോറി, എന്നിട്ടോ അയാൾ വേറൊരു കഥ ഇങ്ങനെ പറയാൻ തുടങ്ങി. വിച്ച് ലാസ്റ്റഡ് ഹാഫ് ആൻ അവർ, 1/2 മണിക്കൂർ നിന്നു ആ ഒരു കഥ. മനസ്സിലായില്ലേ? സ്റ്റോപ്പ് മേക്കിംഗ് യുവർ ഫൈൻ സ്പീച്ചസ്, ഇടോ തൻ്റെ സംസാരമൊക്കെ നിർത്ത്. ആൻഡ് ലെറ്റ് മീ ഗോ ക്വിക്ക്ലി, എന്നെ വേഗം ഒന്ന് വിട്. ഐ ഹാവ് ആൻ അഫെയർ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ്, എനിക്ക് വലിയ പ്രാധാന്യമുള്ള കാര്യത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ഔട്ട് അറ്റ് നൂൺ, എനിക്ക് ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് പോകേണ്ടതാ. സെഡ് ഇറ്റ് ഈസ് സുൽത്താൻ, സുൽത്താൻ പറഞ്ഞു. വെൻ ഹീ സോ ദാറ്റ് ദ സുൽത്താൻ വാസ് റിയലി ആംഗ്രി, സുൽത്താൻ ശരിക്കും ദേഷ്യം എത്തുന്നു എന്ന് ഇയാൾ കണ്ടപ്പോഴുണ്ടല്ലോ, റിയലി ആംഗ്രി വിത്ത് ഹിം, അയാളോട് ദേഷ്യം വന്നു എന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ ദ ബാർബർ സെഡ്, ബാർബർ പറഞ്ഞു, ഓ മാസ്റ്റർ, ഡു നോട്ട് ബി ആംഗ്രി, ഓ അങ്ങ് ദേഷ്യപ്പെടണ്ട. ഐ വിൽ ബിഗിൻ ടു ഷേവ് യു, ഞാൻ അങ്ങേ ഷേവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സെയിങ് ദിസ്, ഇത് പറഞ്ഞിട്ട് ഈ വാഷ് ദ സുൽത്താൻസ് ഹെഡ്സ്, സുൽത്താൻ്റെ തലയൊന്ന് കഴുകി. ആൻഡ് ബിഗാൻ ടു ഷേവ്, തല വാഷ് ചെയ്ത് ഷേവ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഹി ഹാഡ് നോട്ട് ടച്ച്ഡ് ഹിം ഈവൻ 4 times വിത്ത് റൈസർ, പക്ഷേ ഒരു 4 പ്രാവശ്യം തലയിൽ ആ റൈസർ ഒന്ന് തൊട്ടതേ ഉള്ളൂ, ആ ബ്ലേഡ് ഒന്ന് ഒടിച്ചതേ ഉള്ളൂ. ദെൻ ഹീ സ്റ്റോപ്ഡ് ആൻഡ് സെഡ്, എന്നിട്ട് നിർത്തിയ അയാൾ പറഞ്ഞു, മൈ മാസ്റ്റർ, യു ആർ ആക്ടിങ് ഹേസ്ലി ഇൻ ദിസ് മാറ്റർ, അങ്ങ് ഈ കാര്യത്തിൽ വളരെ ധൃതി പിടിക്കുകയാണ്. ഗോ ഓൺ ഷേവിങ് മീ, സ്പീക്ക് നോ മോർ, ഓർഡേർഡ് ദ സുൽത്താൻ, സുൽത്താൻ പറഞ്ഞു, ഗോ ഓൺ ഷേവിങ്, ഷേവിങ് തുടർന്നോളൂ. സ്പീക്ക് നോ മോർ, ഇനി സംസാരിക്കേ വേണ്ട. ഓർഡേർഡ് ദ സുൽത്താൻ, സുൽത്താൻ ഉത്തരവിട്ടു. ബി പേഷ്യൻസ് അറ്റ് ദ ബാർബർ, ബാർബർ പറഞ്ഞു, അങ്ങ് ക്ഷമിക്കൂ, അങ്ങ് ക്ഷമ കാണിക്കൂ. പെർഹാപ്സ് യു ഹാവ് നോട്ട് കൺസിഡേർഡ് വെൽ വെൻ യു ആർ ഗോയിങ് ടു ഡു, പെർഹാപ്സ് ഒരുപക്ഷേ യു ഹാവ് നോട്ട് കൺസിഡേർഡ് വെൽ വാട്ട് യു ആർ ഗോയിങ് ടു ഡു, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ള കാര്യം അങ്ങ് നന്നായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഐ വിഷ് യു വുഡ് ടെൽ മീ വാട്ട് ഇസ് മാറ്റർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, അങ്ങ് പറയുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. അങ്ങ് പറയുന്നില്ല എന്തോ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് പോകണമെന്ന്, അതെന്താണെന്ന് എന്നോടൊന്ന് പറ. ദെൻ ഐ വിൽ ഗിവ് യു മൈ ഒപ്പീനിയൻ ഓൺ ഇറ്റ്, അങ്ങനെ വരുമ്പോൾ ഞാനേ എൻ്റെ അഭിപ്രായം പറയാം അതിനെപ്പറ്റി. ഫിനിഷ് ഷേവിങ് അറ്റ് വൺസ്, ഷേവിങ് പൂർത്തിയാക്കിക്കേ. ദ സുൽത്താൻ എക്സ്ക്ലൈംഡ്, സുൽത്താൻ ഉറക്ക വിളിച്ചു പറഞ്ഞു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദിസ്, പക്ഷേ അത് ചെയ്യാതെ ദ ബാർബർ ലെഫ്റ്റ് സുൽത്താൻ ഹാഫ് ഷേവ് ടു ഗോ, സുൽത്താനെ പകുതി ക്ഷൗരം ചെയ്തങ്ങ് നിർത്തി. എന്നിട്ടോ ആൻഡ് സി വാട്ട് ടൈം ഇറ്റ് വാസ്, പകുതി ക്ഷൗരം ചെയ്ത് നിർത്തിയേച്ചേ സമയം എന്താണെന്ന് നോക്കാൻ പോയി ബാർബർ. മൈ പേഷ്യൻസ് ഈസ് എക്സോസ്റ്റഡ്, സുൽത്താൻ ക്രൈറ്റ്, സുൽത്താൻ വിളിച്ചു. എന്താ പറഞ്ഞേ? എൻ്റെ ക്ഷമ നശിച്ചിരിക്കുന്നു. ബി കാം മൈ മാസ്റ്റർ, ശാന്തനാകൂ. ആൻഡ് യു ഷാൽ ബി ഷേവ്ഡ് ഇൻ എ മൊമെൻറ്റ്, ഒരു നിമിഷം അങ്ങേ ഷേവ് ചെയ്തേക്കാൻ പെട്ടെന്ന്. സെഡ് ദ ബാർബർ ആൻഡ് സെയിങ് ദിസ്, ഇത് പറഞ്ഞിട്ടോ ഹി കണ്ടിന്യൂഡ് ഷേവിങ് ദ സുൽത്താൻ, സുൽത്താനെ വീണ്ടും ഷേവ് ചെയ്യാൻ തുടങ്ങി. ബട്ട് വൈൽ ഹി വാസ് ഡൂയിങ് ദിസ്, പക്ഷേ ഇത് ചെയ്യുമ്പോഴൊക്കെ ഹീ കുഡ് നോട്ട് ഹെൽപ്പ് ടോക്കിംഗ്, അയാൾക്ക് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇഫ് യു കുഡ് ഇൻഫോം മീ വാട്ട് ദിസ് ഇമ്പോർട്ടൻ്റ് അഫെയർ ഈസ്, ആ അഫെയർ എന്താ ഇമ്പോർട്ടൻ്റ് അഫെയർ എന്ന് എന്നോട് പറഞ്ഞാലേ ഐ വുഡ് ഗീവ് മോർ അഡ്വൈസ്, എനിക്ക് അങ്ങേക്ക് നല്ല ഉപദേശം തരാൻ കഴിയും, കൂടുതൽ ഉപദേശം തരാൻ കഴിയും. വിച്ച് യു മൈറ്റ് ഫൈൻഡ് യൂസ്ഫുൾ, ആ ഉപദേശങ്ങളൊക്കെ അങ്ങേക്ക് നല്ലതാണെന്ന് തോന്നാം. യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ, അത് യോഗ്യമാണെന്ന് തോന്നാം ആ ഉപദേശങ്ങളൊക്കെ. ഹീ സെഡ്, അയാൾ പറഞ്ഞു. ദ സുൽത്താൻ വാസ് കംപ്ലീറ്റ്ലി ഫെഡ് അപ്പ് ബൈ നൗ, ഇപ്പോഴാണ് സുൽത്താൻ ആകെ മടുത്തിരുന്നു. ആൻഡ് ഡിസൈഡഡ് ടു സാറ്റിസ്ഫൈ ദ ബാർബർ, ബാർബറിനെ ഒന്ന് സമാധാനിപ്പിച്ചേക്കാം എന്ന് സുൽത്താന് തോന്നി. മനസ്സിലായില്ലേ? ബാർബറെ ഒന്ന് സമാധാനിപ്പിച്ചേക്കാം, അയാളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തേക്കാമെന്ന് സുൽത്താന് തോന്നി.
ഹീ ടോൾഡ് ഹിം, സുൽത്താൻ ഇയാളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ ടോൾഡ് ഹിം ദാറ്റ് ഹി വാസ് ഗിവിങ് എ ഫീസ്റ്റ് ടു സം ഫ്രണ്ട്സ് അറ്റ് നൂൺ. ഉച്ചയ്ക്ക് തൻ്റെ ഫ്രണ്ട്സിനൊരു സദ്യ കൊടുക്കുകയാണ്. വിച്ച് വാസ് വൈ ഹീ വാസ് ഇൻ എ ഹറി ടു ലീവ്. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ അല്പം ധൃതി എന്ന് രാജാവ് പറഞ്ഞു. വെൻ ദ ബാർബർ ഹാർഡ് ദ സുൽത്താൻ മെൻഷൻ എ ഫീസ്, ഒരു ഫീസിനെ പറ്റി ഇയാൾ പറഞ്ഞപ്പോഴേ, രാജാവ് പറയുന്നത് കേട്ടപ്പോഴേ, വെൻ ദ ബാർബർ ഹാർഡ് സുൽത്താൻ മെൻഷൻ എ ഫീസ്, സദ്യയെപ്പറ്റി സുൽത്താൻ പറഞ്ഞത് കേട്ടപ്പോഴേ, ഹി എക്സ്ക്ലെയിംഡ്, അയാൾ എക്സ്ക്ലെയിം ചെയ്തു, ഓ ദാറ്റ് റിമൈൻഡ്സ് മീ, അതെന്നെ ഓർപ്പിക്കുന്നു. യെസ്റ്റർഡേ ഐ ഇൻവൈറ്റഡ് 4 or 5 ഫ്രണ്ട്സ് ടു കം ടു മൈ ഹൗസ് ടുഡേ. ഇന്നലെ ഞാൻ എൻ്റെ 4-5 കൂട്ടുകാരുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞായിരുന്നു. ബട്ട് ഐ ഹാഡ് ക്വൈറ്റ് ഫർഗട്ടൻ ഇറ്റ്, പക്ഷേ ഞാനത് മറന്നുപോയി കേട്ടോ. ആൻഡ് ഹാവ് നോട്ട് മെയ്ഡ് എനി പ്രിപ്പറേഷൻസ് ഫോർ ദം, അവർക്ക് വേണ്ടി ഞാൻ ഒരു ഒരുക്കങ്ങളും നടത്തിയിട്ടില്ല. അതായത് ഈ ബാർബർ തൻ്റെ കൂട്ടുകാരെയൊക്കെ സദ്യയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നെങ്കിലും യാതൊരു ഒരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.